കരുണ പ്രകടമാകേണ്ടത് വാക്കുകളിലല്ല, കരുണ പ്രകടമാകേണ്ടത് എൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. സ്തോത്രം. അച്ഛൻ ഇന്നും ഓർക്കുന്നു, കഴിഞ്ഞ 7-8 വർഷമായി, ഞാൻ ഇന്നലെ നിങ്ങളോട് ഓർമ്മിപ്പിച്ചില്ലേ, അച്ഛൻ്റെ മൂത്ത കുഞ്ഞ് 12 വർഷം മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താമസം മാറ്റി. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ഇവൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് വരുന്ന ഒരു ഞായറാഴ്ച ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെച്ച് വലിയൊരു മീറ്റിംഗ് നടത്തും. 1000-ഓളം പേര് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അന്ന് അവിടെ വരും. എന്നെ സുവിശേഷ വേലയിൽ സ്നേഹിക്കുന്നവരാണ് ഈ വരുന്നത് മുഴുവനും. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 7 വർഷമായി മുടങ്ങാതെ ഈ മീറ്റിങ്ങിന് വരുന്ന ഒരു കുടുംബം. പർവ്വത്തിനടുത്ത് മണിയിടിൽ നിന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന തമ്പിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊത്ത് ഓട്ടോറിക്ഷയിലിങ്ങ് വരും. അവരുടെ ജീവിതാനുഭവം മറക്കാൻ പറ്റില്ല. 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ആ മനുഷ്യൻ എന്നെ വിളിച്ചത് ലേക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന്. എന്നെ വിളിച്ച് വലിയ ഒച്ചത്തിൽ നില വിളിച്ചു, അച്ഛാ എനിക്ക് 2 പെൺപിള്ളേരാ, ഞാനൊരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന പാവ മനുഷ്യനാണ്. അച്ഛാ എൻ്റെ ഇളയ മോള് ചിന്നു, അവൾക്ക് സുഖമില്ല, ലേക്ഷോറിലാണ്, അവൾക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഇന്നലെ വൈകുന്നേരം കുഞ്ഞ് അബോധാവസ്ഥയിലായി. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവൾ കോമയിലേക്ക് പോയി, ഇനി തിരിച്ചു വരില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക. അച്ഛാ അന്നേരം മുട്ടുകുത്തിയതാ ഞാനും എൻ്റെ ഭാര്യയും ഈ കട്ടിലിൻ്റെ 2 വശത്തും. ഞങ്ങളുടെ 2 പേരുടെയും കൈ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നെഞ്ചത്തിരിക്കുക. അവൾക്ക് 10-11 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 9 വയസ്സ്. അച്ഛാ ഞങ്ങൾ ഈ കൈ പിൻവലിച്ചിട്ടില്ല, എഴുന്നേറ്റിട്ടില്ല. ഇവിടെ ഇരുന്ന് അറിയാവുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ വിളിക്കുകയാണ്, ഞങ്ങളുടെ മോളൊന്ന് കണ്ണു തുറന്ന് കാണാൻ. അച്ഛൻ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. ഞാൻ ആ ഫോൺ എൻ്റെ കയ്യിൽ പിടിച്ച് ഒരു നിമിഷം ചഞ്ചലപ്പെട്ടിട്ട് ദൈവത്തിൽ ഞാൻ സ്ഥിരത പ്രാപിച്ചിട്ട് അവരോട് ചോദിച്ചു, സഹോദര ആ ഫോണൊന്ന് സ്പീക്കർ ഫോണിലേക്ക് ഇടാമോ? ഇട്ടു. ആ മോളുടെ കാതോട് ചേർത്ത് വെച്ചു. ചിന്നുവിൻ്റെ പേര് പറഞ്ഞ് 5-10 മിനിറ്റ് നേരം ഞാൻ പ്രാർത്ഥിച്ച് കാണണം. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് കൺക്ലൂഡ് ചെയ്തപ്പോൾ അങ്ങേ തലക്കിൽ നിന്ന് ആമേൻ പറഞ്ഞത് 3 പേരാണ്. ചിന്നുമോളും പറഞ്ഞു ആമേൻ എന്ന്. പിറ്റേ ദിവസം അവൾ കണ്ണു തുറന്നു. അത്ഭുതകരമായി അവൾ എഴുന്നേറ്റ് വന്നു. ഇന്ന് അവൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. സ്തോത്രം. അവൾ ഈ കഴിഞ്ഞ 7 വർഷവും അച്ഛൻ്റെ വീട്ടിലെ മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു കിഴി കെട്ടിക്കൊണ്ടുവരും. അവളത് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ തരും. ഭയങ്കര ഖനമുള്ളൊരു കിഴി. ആദ്യത്തെ വർഷം അത് കൊണ്ടു തന്നിട്ട് അവൾ പോയി. അവൾ പറഞ്ഞു, അച്ഛാ ഇത് ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കോ വിദ്യാഭ്യാസത്തിനോ ചെലവാക്കണം, എനിക്ക് കഴിഞ്ഞ 1 വർഷം കിട്ടിയ മുഴുവൻ പോക്കറ്റ് മണിയും ഇതിനകത്തുണ്ട്. ആ പെൺകുഞ്ഞ് പോയി കഴിഞ്ഞ് രാത്രി ഞാനത് തുറന്നു വെച്ചെണ്ണിയപ്പോൾ ഏകദേശം 4000 ചില്ലുവാൻ രൂപയുണ്ടായിരുന്നു. 12-11 വയസ്സുള്ളൊരു പെൺകുഞ്ഞ് 1 വർഷം അവൾക്ക് കിട്ടിയ മുഴുവൻ പോക്കറ്റ് മണിയും മാറ്റിവെച്ച് പാവപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മുടെ മക്കളൊക്കെ എന്തോ ഒരു തൂർത്തടിക്കുന്നത്, എന്തൊക്കെ കാര്യത്തിനാണ് പണം ചിലവഴിക്കുന്നത്, എന്തോരുമാണ് നമ്മുടെ ജീവിതത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ,